സേലാ പാസ് നിന്ന് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന തവാങ്ങിലുള്ള ഹോം സ്റ്റേയിലേക്കാണ്. മേഘങ്ങളോടൊപ്പവും മഞ്ഞിനോടൊപ്പവും ഉള്ളൊരു യാത്ര. സേലാ പാസിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല, കാരണം ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ എപ്പോൾ മാറുമെന്നോ ഇനി അങ്ങോട്ടുള്ള റോഡിന്റെ കണ്ടീഷൻ എന്താണെന്നോ ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോം സ്റ്റേയിൽ എത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്ത് സിറ്റുവേഷനും അതിജീവിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി വേണം നമ്മൾ ഈ യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് വണ്ടിയുടെ കാര്യത്തിൽ. ഇവിടെ വലുതായിട്ട് സെറ്റിൽമെന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എല്ലായിടത്തും ആർമിയുടെ ബേസ് ക്യാമ്പുകളുണ്ട്. അരുണാചലിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ റോഡുകളെ പറ്റി കൂടി സംസാരിക്കേണ്ടതുണ്ട്. സ്ഥിരമായിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്ന സ്ഥലമായിട്ട് പോലും അവരിവിടുത്തെ റോഡുകളൊക്കെ പെട്ടെന്ന് ശരിയാക്കി ട്രാൻസ്പോർട്ടേഷൻ അനുയോജ്യമാക്കി തരുന്നുണ്ട്. പോകുന്ന വഴിയിൽ 1-2 വെള്ളച്ചാട്ടങ്ങൾ കണ്ടിരുന്നു. നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഇതുപോലെ ടിബറ്റൻ പ്രെയർ ഫ്ലാഗ് കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിൽ ഓരോ നിറത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്, ഓരോ മന്ത്രങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ വായുവിൽ അലിഞ്ഞു ചേരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. സേലയിൽ നിന്ന് തവാങ്ങിലേക്ക് പോണ വഴിക്ക് പമ്പുകളൊന്നുമില്ല, എന്നാൽ തവാങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ പമ്പുകളുണ്ട്. ഏകദേശം സന്ധ്യയായപ്പോൾ ഞങ്ങൾ ഹോം സ്റ്റേയിൽ എത്തി. രാത്രി അവർ നമുക്ക് അവിടുന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തന്നു. നല്ല ഫുഡായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ആദ്യം പോയത് ബുംലാദ്വാറിലുള്ള തവാങ് മൊണാസ്ട്രിയിലേക്കാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ 2ാമത്തെ സ്ഥാനവും ഇന്ത്യയിൽ ആദ്യത്തെ സ്ഥാനവുമാണ് ഇതിനുള്ളത്. അരുണാചൽ പ്രദേശിലെ ഹിമാലയൻ പർവ്വതനിരകൾക്കൊപ്പം സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റൊക്കെ കിടന്ന് അകത്തോട് ചെന്നാൽ തന്നെ കാണാൻ കഴിയുന്ന കാഴ്ച വലിയ പ്രയർ വീലുകളും ടിബറ്റൻ ഫ്ലാഗുകളും ഒക്കെയാണ്. ഏകദേശം 600-ലധികം ലാമകൾക്ക് താമസിക്കാനും പഠിക്കാനുമുള്ള സൗകര്യം അവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു ബുദ്ധഗ്രാമം ഉള്ളതായി നമുക്ക് തോന്നിപ്പോകും. അരുണാചലിലുള്ള മോൺപ എന്ന ഗോത്രവിഭാഗത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ മൊണാസ്ട്രി. ഇതിനകത്ത് ധാരാളം പട്ടിക്കുട്ടികളെ കണ്ടു. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ധാരാളം രോമങ്ങളുള്ള പട്ടിക്കുട്ടികൾ. രാവിലെ ചെന്നപ്പോൾ തന്നെ ഇവിടെയുള്ള കുട്ടികളും മുതിർന്നവരും ഒക്കെ എന്തൊക്കെയോ ഒരുക്കങ്ങളിലാണ്. തണുപ്പായതുകൊണ്ട് തന്നെ ഈ പടിക്കെട്ടുകൾ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കയറി മുകളിൽ ചെന്നാൽ ഉടനെ ഒരു ചായ കിട്ടും. ആ ചായയൊക്കെ കുടിച്ച് അവിടുത്തെ കാലാവസ്ഥയൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാന പ്രാർത്ഥനാ മുറിയിലേക്ക് പോവാം. പ്രധാന പ്രാർത്ഥനാ മുറിയാണ് ദുഃഖാങ്. അതിനകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ അലൗഡാണ്. പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ബുദ്ധൻ്റെ ഒരു വലിയ പ്രതിമയാണ്. ദിറാങ്ങിൽ കണ്ടതുപോലെ ഒരു ദലൈലാമയുടെ കട്ടൗട്ട് ഇവിടെയും ഉണ്ട്. ഇതുപോലെ ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇരുന്നാൽ തന്നെ മനസ്സിന് വല്ലാത്തൊരു ശാന്തിയും സമാധാനവും കിട്ടും. ചുവരുകളിലെല്ലാം ധാരാളം ചിത്രങ്ങളും എഴുത്തുകളും ഒക്കെ ഉണ്ട്. എല്ലാം ബുദ്ധൻ്റെ ടീച്ചിങ്സും ജീവിത കഥകളും തത്വചിന്തകളും ഒക്കെയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകളിവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ചുവരിലുള്ള ഓരോ ചിത്രങ്ങളും ഞങ്ങൾ നോക്കിക്കണ്ടു. ഇവിടെ വെച്ച് മറ്റൊരു മലയാളി ഗ്രൂപ്പിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അവരും ആസാമിൽ നിന്ന് വണ്ടി റെന്റിനെടുത്ത് വന്നതാണ്. ലോകത്തെവിടെ ചെന്നാലും ഒരു മലയാളിയെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളതാണല്ലോ. ഇതിനോട് ചേർന്ന് തന്നെ അവരൊരു മ്യൂസിയം നടത്തുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മാനുസ്ക്രിപ്റ്റുകളും അവരുടെ വാദ്യോപകരണങ്ങളും ബുദ്ധൻ്റെ പ്രതിമകളും ഒക്കെ ഉണ്ട് ഇവിടെ. ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. ഇതവരുടെ പ്രധാന വരുമാന മാർഗമാണ്. പുറത്ത് അവർ സെല്ല് ചെയ്യാൻ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റുകളും ഫ്ലാഗുകളും ഒക്കെ വച്ചിട്ടുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഹിമാലയൻ മൗണ്ടൻസിൻ്റെ വ്യൂ കാണാം.